വർഷയെ ഒരുക്കുന്ന ശ്രുതിയെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത്. തുടർന്ന് മലേഷ്യയിൽ എനിക്ക് ഫ്രണ്ട്സ് ഉണ്ടെന്നും ചേച്ചിയുടെ വീട് എവിടെയാണെന്നും വർഷ ചോദിക്കുന്നതോടെ എയർപോർട്ടിനടുത്താണെന്ന് പറഞ്ഞ് ശ്രുതി രക്ഷപ്പെടുകയും ഇവളെനിക്കൊരു ഭാര്യയാകുമെന്നും ചിന്തിക്കുന്നു. ശേഷം രേവതിയെപ്പറ്റി പറഞ്ഞ് വർഷ സഹതപിക്കുകയും സച്ചിയേട്ടനെ രേവതി ചേച്ചി ഡൈവോഴ്സ് ചെയ്യുന്നതാണ് നല്ലതെന്നും രേവതി ചേച്ചി എങ്ങനെയെങ്കിലും അയാളിൽ നിന്ന് രക്ഷിക്കണമെന്നും വർഷ ശ്രുതിയോട് പറയുന്നു. തുടർന്ന് ശ്രുതിയിൽ നിന്നും ശ്രുതി കാർ ഷോറൂമിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിയുന്ന വർഷ ഞങ്ങളൊരു കാർ മേടിക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നും ശ്രുതിയേട്ടൻ്റെ ഷോറൂമിൽ നിന്നും വാങ്ങാമല്ലോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ എത്തുന്ന ശ്രുതി ഞെട്ടിപ്പോകുന്നു. പിന്നീട് മുറിയിലെത്തുന്ന ശ്രുതിയോട് വന്നു കയറിയ 3 മരുമക്കളിൽ ഏറ്റവും സുന്ദരി നീയാണെന്നും അവരൊന്നും നിന്റെ 7 അയലോക്കത്ത് വരില്ലെന്നും പറഞ്ഞ് ശ്രുതി പുകഴ്ത്തുന്നു. തുടർന്ന് സച്ചിയെയും രേവതിനെയും വർഷ പിരിക്കാനൊരുക്കുന്ന വിവരം ശ്രുതിയോട് പറയുന്നു. തുടർന്ന് നീ അവളോട് അധികം അടുക്കണ്ടെന്ന് ശ്രുതി പറയുമ്പോൾ അവൾ കോടീശ്വരിയാണെന്നും അവളെ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ടാകുമെന്നും ശ്രുതി പറയുന്നു. ശേഷം ശ്രുതിയുടെ ഷോറൂമിൽ നിന്നും കാർ മേടിക്കാൻ അവർക്ക് പ്ലാൻ ഉണ്ടെന്നും കിട്ടുന്ന കമ്മീഷന്റെ പകുതി എനിക്ക് തരണമെന്നും ശ്രുതി പറയുന്നതോടെ പെട്ടുപോയല്ലോ എന്ന് ശ്രുതി മനസ്സിൽ ചിന്തിക്കുന്നു. ശേഷം ശ്രീകാന്തിന്റെ കയ്യിൽ നിന്നും കമ്മീഷൻ വാങ്ങുന്നത് മോശമാണെന്ന് ശ്രുതി പറയുന്നതോടെ അവർ എന്നാൽ വേറെ ഷോറൂമിൽ നിന്നും കാർ എടുത്തോട്ടെ എന്ന് ശ്രുതി പറയുന്നു. തുടർന്ന് വർഷയെ രേവതിയും കൂടുതൽ അടുത്താൽ ഞാൻ ഒറ്റപ്പെട്ടു പോകുമെന്നും അതുകൊണ്ട് ഞാൻ അവളുമായി കൂടുതൽ അടുത്ത് രേവതിനെ വർഷനെ തെറ്റിക്കുമെന്നും ശ്രുതിയോട് പറയുന്നു. പിന്നീട് വർഷയുടെ അടുത്തേക്ക് എത്തുന്ന രേവതി നീ സുന്ദരിയായിട്ടുണ്ടെന്ന് പറയുന്നു. ശേഷം രേവതി വർഷയുടെ സാരി ശരിയാക്കി കൊടുക്കുന്ന സമയത്ത് അവിടെ എത്തുന്ന ചന്ദ്രമതി രേവതിയോട് ദേഷ്യപ്പെടുകയും രേവതി അപമാനിക്കുകയും ചെയ്യുന്നു. ഇത് കാണുന്ന വർഷ ചന്ദ്രമതിക്ക് കണക്കിന് കൊടുക്കുന്നു. പിന്നീട് അടുക്കളയിലെത്തുന്ന ചന്ദ്രമതി പാല് പെട്ടെന്ന് തിളപ്പിക്കാൻ പറഞ്ഞ് രേവതിയോട് ദേഷ്യപ്പെടുന്നു. പിന്നീട് വെള്ളം കുടിക്കാനായി അടുക്കളയിലെത്തുന്ന സച്ചി ശ്രീകാന്തിനും വർഷയ്ക്കും വേണ്ടി കാച്ചി വെച്ചിരിക്കുന്ന പാലെടുത്ത് കുടിക്കുകയും അവിടെ എത്തുന്ന രേവതിയോട് സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് പിടിച്ച് വട്ടം കറക്കുകയും ചെയ്യുന്നു. തുടർന്ന് സച്ചി പാല് കുടിച്ച വിവരം അറിയുന്ന ചന്ദ്രമതി സച്ചിയോട് ദേഷ്യപ്പെടുന്നു. ശേഷം രേവതിയെ തറപ്പിച്ച് നോക്കുന്ന ചന്ദ്രമതിക്ക് സച്ചി കണക്കിന് കൊടുക്കുന്നു. പിന്നീട് സച്ചിയുടെ അടുത്തേക്ക് എത്തുന്ന ശ്രീകാന്തിനോട് സച്ചി ദേഷ്യപ്പെടുകയും നീ ചെയ്ത തെറ്റ് ഒരിക്കലും ക്ഷമിക്കില്ലെന്ന് പറയുന്നു. തുടർന്ന് അച്ഛൻ ഹോസ്പിറ്റലിലാവാൻ കാരണം സച്ചേട്ടനാണെന്ന് ശ്രീകാന്ത് പറയുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.